നല്ല കറുത്ത ചെക്കന്മാർക്ക് വെളുത്ത പെണ്ണാണെങ്കിൽ ആടെ മോനെ ഇജ് ഗോളടിച്ചിട്ടാ പടച്ചോനെ. നേരെ മറിച്ച് വെളുത്ത ചെക്കനിക്ക് കറുത്ത പെണ്ണാണെങ്കിലോ ഇജ് എവിടെ നോക്കിട്ട് കെട്ടിയത് പറഞ്ഞ തീമാണ്. എല്ലാ നാട്ടിലും എല്ലാ ജാതി എല്ലാ മതത്തിലും എല്ലാ ജില്ലയിലുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഇതൊക്കെ കൂടുതലാണുള്ളത്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറയുന്നത് നിങ്ങളെ മുമ്പിൽ 2 വഴികളുണ്ട്. അതിലൊന്ന് എന്താണ്, വിധിയാണ്. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ആ വീട്ടില് ഒരു മയ്യത്തായിട്ട് എങ്ങനെ ജീവിക്കാം, പൊരുത്തപ്പെട്ട് ജീവിക്കാം. അങ്ങനെയാണ് 99% ആളുകൾ കഴിയണത്. മറ്റൊന്ന്, നിങ്ങൾക്ക് അത്യാവശ്യം തന്റെ ഉണ്ടെങ്കിൽ എന്റെ ജീവിതം ഞാൻ കണ്ട സ്വപ്നം ഇങ്ങനെയല്ല, നിറത്തിന്റെ പേരിലോ മറ്റുള്ള പരിഹസിക്കപ്പെടാൻ പാടില്ല, അവിടുന്ന് വിധിയെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോകാം. കുറച്ച് ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ. ജീവിതമാണ്, പരീക്ഷിക്കപ്പെട്ടേക്കാം, തകർക്കപ്പെട്ടേക്കാം. പക്ഷെ കളിയാക്കാനോ പരിഹസിക്കാനോ തകർക്കാനോ ഒന്നും നിന്നു കൊടുക്കരുത്. മനസ്സിലായോ? അതാണ് കല്യാണപ്പുറമായിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോ തന്നെ സ്വത്താണ് നോക്കല്. എന്റെ പൊന്നു മക്കളെ, പെണ്ണിന് വേണ്ടത് സ്വത്താണോ? അല്ലല്ലോ. ഒരു പെണ്ണിന് വേണ്ടത് എന്താണ്? തെങ്ങും പറമ്പും കോട്ടേഴ്സും സമ്പത്തും പീഡിയറും ബസ്സും കാറും ലോറിയും ഒന്നും അല്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ എന്താണ് പെൺകുട്ടിക്ക് വേണ്ടതെന്നുള്ളത്. പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാല് മതിലിന്റെ നീളം മുതല് കക്കൂസിന്റെ ടാങ്കിന്റെ വലിപ്പം വരെ നോക്കണ കുടുംബക്കാരാണ്. പെണ്ണിന്റെ മൂത്തൊക്കെ നോക്കൂല. പെണ്ണിന് ഇംഗ്ലീഷ് അറിയോ, മലയാളം അറിയോ, ഹിന്ദി അറിയോ, പെണ്ണിന്റെ പല്ലുമ കമ്പിണ്ടോ, പെണ്ണിന് മുന്നും ഒന്നും നോക്കൂല. കല്യാണം കഴിഞ്ഞാൽ ഓള് പോരാ, പിന്നെ വർത്താനായി. ഉമ്മ എനിക്കവിടെ തീരെ നിൽക്കാൻ പറ്റാന്ന് അറിയും. മോളെ എങ്ങനെ ഇംഗ്ലീഷ് അവിടെ പൊടിച്ച് നിൽക്കുന്ന പറഞ്ഞ വീട്ടുകാരാണ്. ഇതേപോലെ കഫീല് അല്ല ഗൾഫിലേക്ക് ജോലിക്ക് പോയതല്ലേ.